ഹലോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും ഈ കെട്ടി ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വേറൊന്നുമല്ല, ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരം എൻ്റെ പട്ടി ഷോ നിങ്ങൾ കാണേണ്ടി വരും. വേറൊന്നുമല്ല, ഈ ഡ്രസ്സ് എടുത്തിട്ടപ്പോൾ എനിക്ക് വളരെയധികം ലൂസായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഫിറ്റായിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ എനിക്ക്. അവസാനം ഞാനിത് ജസ്റ്റ് സൂചി നൂലും വെച്ച് ആ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താണ്. കൈയൊക്കെ കണ്ടു നല്ല രീതിക്ക് വണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ലൂസായിട്ടുണ്ട്. ഈ ഡ്രസ്സൊന്നും ഞാൻ ഇടാതെ മടക്കി വെച്ചിരുന്നതാണ് കേട്ടോ. ഒരു അലമാര എന്നറിയാൻ എൻ്റെ ഇടാത്ത ഡ്രസ്സുകളാണ് വണ്ണം കുറയുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അതേപോലെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ജിയോ മാർട്ടിലാണ് വന്നേക്കുന്നത്. ജിയോ മാർട്ടിലാണ് ഞാൻ എല്ലാ മാസവും വരുന്നത്. ജിയോ മാർട്ടിലേക്ക് കേട്ടോ. ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസും കൂടെ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒടുക്കത്തെ ഓഫറുകളാണ്. ഒടുക്കത്തെ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും ഓഫറാണ്. നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഏതൊക്കെയാണ് വർക്കേണ്ടതെന്നുള്ളൊരു ടെൻഷനായിരിക്കും. കേക്കിൻ്റെ കാര്യമാണെങ്കിൽ പറയണ്ട. കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഏത് ഫ്ലേവർ കേക്ക് വേണമെങ്കിലും ഉണ്ട്. ബൈ വൺ ഗെറ്റ് വണ്ണിലുണ്ട്. ഈ അടുക്കി വെച്ചിരിക്കുന്ന കേക്കുകൾ മുഴുവൻ ബൈ വൺ ഗെറ്റ് വൺ ആണ്. കേക്ക് കാർണിവൾ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു ഫ്ലേവർ മാത്രമല്ല, പ്ലം കേക്ക് ഉണ്ട്, പിന്നെ ബട്ടർ കേക്ക്, ജാക്ക് ഫ്രൂട്ട്, ബനാന, ക്യാരറ്റ്, അങ്ങനെ പുഡിംഗ് ആയിട്ട് വരുന്നതുണ്ട്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ നമ്മുടെ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കറങ്ങും. ഞാനിങ്ങനെ കറങ്ങി നടക്കും. അങ്ങനെ കറങ്ങി നടന്ന് ഇവിടുന്ന് ഈ സെക്ഷനിൽ വന്ന് എനിക്കൊരു പാക്കറ്റ് സർഫ് പാക്കറ്റ് വേണമായിരുന്നു, അതെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കി നടക്കും. എല്ലാ സാധനങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ഇങ്ങനെ കറങ്ങി നടക്കും. പിന്നെ ഇവിടുന്ന് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബീൻസായിരുന്നു, ഫ്രഷ് ആയിട്ടുള്ള ബീൻസായിരുന്നു. പിന്നെ കക്കിരിയൊക്കെ എനിക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇതിപ്പോൾ കുറേ റീല് വൈറലായിട്ടുണ്ടല്ലോ, മറ്റേ ഇത് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ തൈരിലേക്ക് ഒഴിച്ചിട്ട് ചോറ് നിന്ന് ആഹാ സ്വർഗ്ഗമാണ്. അപ്പോൾ ആ സ്വർഗ്ഗം കൂടെ ഞാനൊന്ന് കാണാമെന്ന് കരുതി. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞാനൊരു ചീസ് എടുത്തിട്ടുണ്ട്. അവനിടയ്ക്ക് സാൻഡ്വിച്ചോ ബർഗറോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ചീസിൻ്റെ ഒന്നും ഫ്ലേവർ പണ്ട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ സാധനങ്ങളൊന്നും തിന്നാനേ പോകത്തില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്രാവശ്യം ഞാൻ എടുത്തില്ല, കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു കേർഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിലാകുമ്പോൾ അധികം പുളിയൊന്നുമില്ല, അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞൂട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ സ്ട്രോബെറി. എവിടെ കണ്ടാലും ഞാൻ എടുത്തില്ല, ഒരു ബോക്സെങ്കിലും എടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു ബോക്സ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറുത്ത മുന്തിരി എടുത്തപ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരി അവിടെ വെച്ചിട്ട് പച്ചമുന്തിരിയാണ് എടുത്തത്. പിന്നെ ഇവിടെ നിന്ന് അവനൊരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാത്തതുകൊണ്ട് തേയിലപ്പൊടിയൊന്നും വേണ്ട, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. കോഫി പൗഡർ ഇവിടെ വീട്ടിൽ ഇരിപ്പുണ്ട്. ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന നമ്മുടെ നെസ്കഫയുടെ കോഫി പൗഡർ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറേ നേരമൊക്കെ ഇവിടെ പാറ്റിത്തിരിഞ്ഞൊക്കെ നടന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറക്കി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പോയി. അധികം സാധനമൊന്നും ഇപ്രാവശ്യം വേണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ ബിരിയാണിക്ക് വേണ്ട അരിയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെയൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ അവസാനം ബില്ലിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ബില്ലിങ്ങിലാണെങ്കിൽ ഒടുക്കത്തെ തള്ളു. കുറേ നേരം ക്യൂ നിന്നതിന് ശേഷമായിട്ട് കിട്ടിയത്. എനിക്കാണെങ്കിൽ ടെൻഷനായി. കാരണം വൈകുന്നേരം വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് തിരിച്ച് വീട്ടിലെത്തണം. 4:15 അപ്പോൾ അവൻ്റെ വണ്ടി ഇവിടെ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പോൾ ഞാൻ സമയം നോക്കുന്ന സമയത്ത് 3:45 അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവിടെ ചെങ്ങന്നൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തണം. ഭാഗ്യത്തിന് എന്തായാലും കറക്റ്റ് ടൈമിൽ ഞാൻ എത്തി കേട്ടോ. അതുകൊണ്ട് അതിൽ പേടിക്കണ്ട. അപ്പോൾ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറക്കി കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ബില്ലും ഒക്കെ മേടിച്ച് ആ പയ്യൻ്റെ കയ്യിൽ ബില്ല് ചെക്കിങ്ങിനൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഉന്തുവണ്ടിയും കൊണ്ട് പുറത്തേക്കൊരു ഒറ്റ ഓട്ടം.